ടെലഗ്രാം ആപ്ലിക്കേഷൻ്റെ ബാറ്ററി പവർ സേവിംഗ് മോഡ് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ബാറ്ററി വർക്ക് ചെയ്ത് തീർക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് എങ്ങനെ ബാറ്ററി കൺസംഷൻ കുറയ്ക്കാമെന്ന് നോക്കാം. അതിനായി നമ്മളുടെ ടെലഗ്രാം ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. അതിൽ നിന്ന് ഏറ്റവും മുകളിലുള്ള ആ ഒരു 3 ലൈൻസിൽ നിന്ന് ക്ലിക്ക് ചെയ്തു. തുടർന്ന് നമ്മൾ താഴേക്കുള്ള സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു താഴേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം പവർ സേവിംഗ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ പവർ സേവിംഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആ പവർ സേവിംഗിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ കാണാം. ഏറ്റവും മുകളിലായി പവർ സേവിംഗ് മോഡ് ഓഫ് എന്നാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ആൾവേസ് ഡിസേബിൾഡ് ഇവിടെ ഓഫ് എന്ന് പറഞ്ഞ് ലെഫ്റ്റ് സൈഡിലായി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ ഓൺ ചെയ്ത് വയ്ക്കാം. കുറേശ്ശേ നീക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററി എത്ര ലെവലിലേക്ക് എത്തുമ്പോൾ ഈ പവർ സേവിംഗ് മോഡ് ഓൺ ആവണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ താഴേക്കുള്ള ഈ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങളുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കായി കട്ടാവുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ 75% ബാറ്ററി എത്തുമ്പോൾ എൻ്റെ ടെലഗ്രാമിൻ്റെ പവർ സേവിംഗ് മോഡ് ഓൺ ആവണമെന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് വേണമെങ്കിൽ അനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് എന്ന സാധനം ഓഫ് ചെയ്തിടാം, അനിമേറ്റഡ് ഇമോജി ഓഫ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലെ നമുക്ക് ഓഫ് ചെയ്തിടുന്നതിനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടെലഗ്രാമിൻ്റെ പവർ സേവിംഗ് മോഡ് എങ്ങനെ എനേബിൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം ഫ്രണ്ട്സ്.